ഇറാന്റെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖംനായിയെ അമേരിക്ക ലക്ഷ്യം വെച്ചാൽ തുറന്ന യുദ്ധമായിരിക്കുമെന്ന് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ പ്രഖ്യാപിച്ചു. കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ഒരു പരാമർശത്തിന് മറുപടി പറയവെയാണ് ഇറാന്റെ നിലപാട് താൻ പ്രഖ്യാപിക്കുന്നു എന്ന തരത്തിൽ ആമുഖത്തോടു കൂടി മസൂദ് പെഷഷ്കിയാൻ ഈ കാര്യം കൃത്യമായി തന്നെ പറഞ്ഞത്. ഇറാനിൽ ഭരണമാറ്റത്തിന് സമയമായിട്ടുണ്ട് എന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഒരു പരാമർശം വന്നത്. ആ പരാമർശത്തെ പ്രതികരിച്ചുകൊണ്ട് ഈ ഒരു പ്രതികരണം എന്ന നിലക്ക് മാത്രമല്ല, ഒരു മുന്നറിയിപ്പ് എന്ന നിലക്ക് കൂടിയാണ് താനിത് പറയുന്നത് എന്ന ആമുഖത്തോടു കൂടി ആരംഭിച്ച് വളരെ കൃത്യതയോടുകൂടി ഈ കാര്യം വ്യക്തമായിട്ട് തന്നെ മസൂദ് പെഷഷ്കിയാൻ പറഞ്ഞു. ഇറാനിൽ നടന്ന കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ടും പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ ഏറെക്കുറെ ചില സൂചനകളും ചില അഭിപ്രായങ്ങളുമൊക്കെ അന്താരാഷ്ട്ര മീഡിയകളൊക്കെ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. മരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തങ്ങൾ കൃത്യമായ രീതിയിൽ പഠിക്കുകയാണെന്നും ഏറെക്കുറെ 500ഓളം സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് മസൂദ് പെഷഷ്കിയാൻ സ്ഥിരീകരിച്ചു. രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രക്ഷോഭ പരമ്പര എന്ന് മാത്രമല്ല, ആ രീതിയിലല്ല അതിന് വ്യാഖ്യാനിക്കേണ്ടത്, ഏറ്റവും വലിയ തീവ്ര ആക്രമണ പരമ്പര എന്നുള്ളതായിരുന്നു. ഇവിടെ മരണപ്പെട്ട ഓരോ വ്യക്തിക്കും അതിൻ്റെ ഉത്തരവാദി ട്രംപാണ് വളം നൽകിയത്, വളക്കൂറ് നൽകിയത്, ആയുധം നൽകിയത്, അതുമായി ബന്ധപ്പെട്ട എല്ലാ സഹായങ്ങളും നൽകിയത് ട്രംപാണ്. അങ്ങനെ ഒരു ആഭ്യന്തര വിഷയം സംഘർഷവും ഉണ്ടായിക്കൊണ്ട് അതിനിടയിൽ നിന്ന് ഭരണമാറ്റം ഉണ്ടാക്കുകയും തങ്ങളുടെ ആത്മീയ നേതാവിനെ വധിക്കുകയുമാണ് ലക്ഷ്യം എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഞങ്ങളതിനെ പ്രതിരോധിക്കുകയും ചെയ്തു. 4500ഓളം ഇറാനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ എന്നുള്ളത് ഏറെക്കുറെ സ്ഥിരീകരിച്ചതാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് 5000ൻ്റെ മേലെ മരണം കടന്നു എന്നുള്ളതാണ്. ഇൻ്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോഴും ഒരു സ്ഥിരീകരണത്തിലേക്കോ അല്ലെ കൃത്യതയിലേക്കോ വന്നിട്ടില്ല. വല്ല സമയത്തൊക്കെയാണ് ഇൻ്റർനെറ്റ് വരുന്നത്, പിന്നീട് പോകുന്നു. ആ രീതിയിലാണ് ഒരു കൃത്യതയോട് കൂടിയിട്ട് പരസ്പര ബന്ധവുമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു സംവിധാനം ഇപ്പോഴും ഇറാനിൽ ഇല്ല എന്നും വ്യക്തമാകുന്നു. സായുധ കലാപകാരികളെയും തീവ്രവാദികളും സംയുക്തമായി ചേർന്നുകൊണ്ട് സാധാരണക്കാരെ കൊലപ്പെടുത്തുകയായിരുന്നു എന്ന് മസൂദ് പെഷഷ്കിയാൻ സ്ഥിരീകരിച്ചു. എങ്ങനെയാണ് ഇത്രയേറെ മരണങ്ങൾ നടന്നത് എന്ന ചോദ്യത്തിനാണ് മറുപടി. അവിടെ സായുധ കലാപകാരികൾ ഇറങ്ങിയിട്ടുണ്ട്, അഥവാ അവിടെ പ്രക്ഷോഭം നടത്തിയവരുടെ കൈവശത്തിൽ ആയുധങ്ങളുണ്ടായിരുന്നു. ഈ ആയുധങ്ങൾ എവിടെ നിന്ന് കിട്ടി എന്നതിനെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിക്കുകയാണ്. അത് എങ്ങനെയാണെങ്കിലും മറ്റ് രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ അവിടെ എത്താനുള്ള സാധ്യതയുള്ളൂ എന്നുള്ളതും, എല്ലാ കടലേരികൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, അതായത് സീപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഒരു കാലത്ത് അല്ലെങ്കിൽ ഈ കാലത്തിനോട് ചേർന്നുകൊണ്ട് ഏതെങ്കിലും അനധികൃതമായിരിക്കുന്ന കപ്പലുകളോ ബോട്ടുകളോ ഈ തീരത്തെ കടഞ്ഞിട്ടുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ കൃത്യമായ രീതിയിൽ ഇറാൻ അന്വേഷിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു കാണുന്നു. വധശിക്ഷയുമായിട്ട് ബന്ധപ്പെട്ട, അതായത് കൂട്ടമായ രീതിയിൽ തൂക്കിക്കൊല്ലുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തൽക്കാലത്തേക്ക് ഇറാൻ നിർത്തിയതായിരിക്കുന്ന ഈ പ്രഖ്യാപനം ഇതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. അത് ഇറാൻ അടക്കമുള്ള പത്രങ്ങൾ, ഇറാനിൽ ഇറങ്ങുന്ന വളരെ ദേശീയ പത്രങ്ങളും സർക്കാർ പത്രങ്ങളൊക്കെ സ്ഥിരീകരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുകയും ഈ ഒരു നിലപാടിനെ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രശംസിക്കുകയും ചെയ്തു. വധശിക്ഷ നിർത്തലാക്കിയത് നല്ല തീരുമാനമാണ് എന്നുള്ള അഭിപ്രായം, അത് അങ്ങനെ തന്നെ തുടരാനാണ് താല്പര്യം, അല്ലെങ്കിൽ അതാണ് നല്ലത് എന്നുള്ള ഒരു അഭിപ്രായങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞ് വല്ലാതൊന്ന് വൈകുന്നതിന് മുമ്പ് തന്നെ ഇറാൻ്റെ സുപ്രീം മജിസ്ട്രേറ്റ് ഒരു വിധി ഒരു നിലപാട് പറഞ്ഞു. ഈ ജുഡീഷ്യൽ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ടും രാജ്യത്തിൻ്റെ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലെല്ലാം രാജ്യദ്രോഹ കുറ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാവുകയും അത്തരം പ്രതികൾ പിടികൂടപ്പെടുകയും ചെയ്യുന്ന സമയത്ത് വധശിക്ഷ തുടരാമെന്നാണ് ആ മജിസ്ട്രേറ്റ് ജുഡീഷ്യറി സംവിധാനത്തെ ഉദ്ധരിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചത്. അതോടുകൂടി ഡൊണാൾഡ് ട്രംപ് പ്രശംസിച്ചത് വെറുതെയായി എന്നുള്ളതാണ്. ഇപ്പോൾ കൂട്ടമായ രീതിയിലുള്ള അറസ്റ്റുകളും വിചാരണയും ജയിൽ ശിക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പോകുന്നു. 500-ലധികം സൈനികർ മരണപ്പെട്ടതിൻ്റെ കാര്യകാരണത്തെക്കുറിച്ചും അതിനുള്ള സാഹചര്യത്തെക്കുറിച്ചും ഏത് ഉപകരണങ്ങൾ കൊണ്ട് ഏത് രീതിയിലാണ് മരണപ്പെട്ടത് എന്നതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കാനുള്ള ഒരു ജുഡീഷ്യൽ സംവിധാനത്തിൽ തന്നെ ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 4500ഓളം ആളുകൾ കൊല്ലപ്പെട്ടത് ഏത് തരത്തിലാണ് എന്നുള്ളതും അന്വേഷിക്കും. സായുധ കലാപകാരികൾ ഇപ്പോൾ എവിടെയാണ് അവർ തിരിച്ചു പോയത്, എവിടെയാണ് ഇപ്പോൾ ഒളിഞ്ഞിരിക്കുന്നത്, അവരുടെ കൈവശത്തുള്ള ആയുധങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് കിട്ടിയത്, ഇതും കൃത്യമായ രീതിയിൽ പഠിക്കേണ്ടതാണ്.
അപ്പോൾ ഇതിനിടയിൽ ഇപ്പോൾ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ പ്രക്ഷോഭകാരികളെ പറ്റിച്ചു എന്നുള്ളത് അവർ തന്നെ പറയുകയും ചെയ്തു. കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പിറകിലുണ്ട്, നിങ്ങൾ സർക്കാർ സ്ഥാപനങ്ങൾ കയ്യേറിക്കോളൂ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം സർക്കാരിൻ്റെ സൈനികരൊക്കെ കയ്യേറിക്കോളൂ എന്ന് തന്നെയാണ് അതിൻ്റെ സാരാംശം. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാഹചര്യത്തിൽ സ്ഥാപനത്തെ മാത്രമേ പരാമർശിക്കുന്നുള്ളൂ എങ്കിലും അവിടുത്തെ സൈനികരെയാണ് ഉദ്ദേശ ലക്ഷ്യത്തിലാക്കിയത് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇവരുടെ കൈവശത്തിൽ ആയുധമില്ലാതെ ഈ കാര്യങ്ങൾ നീക്കാൻ വേണ്ടി സാധിക്കില്ല. അങ്ങനെ ആയുധങ്ങൾ കിട്ടിയിട്ടുണ്ട്, ആയുധം കൊണ്ട് വെടിവെച്ചിട്ടുണ്ട്. അതായത് മരണസംഖ്യ കൂട്ടുന്ന സമയത്ത് അന്താരാഷ്ട്ര തലത്തിലുള്ള ഈ സംഘടനകളും അതേപോലെ തന്നെ മനുഷ്യാവകാശ സംഘടനകൾ, മറ്റ് രാജ്യത്തെ ഭരണാധികാരി ഇവരൊക്കെ ഇടപെടാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് മരണസംഖ്യ കൂടുന്നത്. അത് ചെയ്തതിനെക്കുറിച്ചുള്ള പറയുന്നത് സായുധ കലാപകാരികളും തീവ്രവാദികളുമാണ് സാധാരണക്കാരെ വെടിവെച്ച് കൊന്നത് എന്നുള്ളതാണ്. അപ്പം മരണം ഇഷ്ടം പോലെ തെരുവോരങ്ങളിൽ ഇങ്ങനെ നടക്കുന്ന സമയത്ത് അപ്പോൾ ഒരു മനുഷ്യാവകാശ കമ്മീഷൻ ഉണർന്ന് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ മുസ്ലിം രാജ്യമായതുകൊണ്ട്. എന്നാൽ അത് ഗസയിലാണ് പ്രവൃത്തി നടത്തുന്നത് ഇസ്രായേലും ആണെങ്കിൽ അവിടെ ഒരു മനുഷ്യാവകാശ കമ്മീഷൻ ഉണരാറില്ല. അവർ ആ സമയത്ത് ഉറക്കത്തിലാവും. അങ്ങനെ സംഭവം തന്നെ അറിയില്ല. ഗസയിൽ ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലും ഒരുപക്ഷെ അന്താരാഷ്ട്ര മനുഷ്യാവകാശ കമ്മീഷൻ ചോദിച്ചിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നേരെ മറിച്ച് മുസ്ലിം രാജ്യത്തിൻ്റെ അകത്താണ്, പ്രത്യേകിച്ച് ആഭ്യന്തരമായിരിക്കുന്ന വിഷയത്തിലാണ് ഈ സംഭവം നടക്കുന്നതെങ്കിൽ അവർ ഉണർന്ന് പ്രവർത്തിക്കും, അവർ കൃത്യമായ രീതിയിൽ പരിശോധിക്കും, അത് ചർച്ചയാവും, വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ്. എന്നാൽ ഈ മരണപ്പെട്ടവർ അമേരിക്കയുടെ സൈനികാക്രമണം കൊണ്ടോ അല്ലെങ്കിൽ ബോംബ് സ്ഫോടനം കൊണ്ടോ ഇസ്രായേലിൻ്റെ ആക്രമണം കൊണ്ടോ ആണ് മരണപ്പെട്ടതെങ്കിൽ അവിടെ മനുഷ്യാവകാശ കമ്മീഷൻ സാധാരണഗതിയിൽ ഉണർന്ന് പ്രവർത്തിക്കാറില്ല. ആ ഒരു രീതി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു. വെനിസുലയിലെ കാര്യം നമുക്കറിയാം. വെനിസുലയിൽ ആക്രമണം നടത്തി ഇത്രയും ആൾക്കാർ കൊല്ലപ്പെട്ടു. ഒരു മനുഷ്യാവകാശ കമ്മീഷൻ ഉണർന്ന് പ്രവർത്തിച്ചിട്ടില്ല. ലോകത്ത് അങ്ങനെ കമ്മീഷൻ ഉണ്ടോ എന്ന് പോലും അറിയില്ല. അപ്പോൾ സമാനമായിരിക്കുന്ന സ്ഥിതി ഇപ്പോൾ തന്നെ വെസ്റ്റ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടും ഗസയായിട്ട് ബന്ധപ്പെട്ടും നിരന്തരം ആക്രമണവും മരണവും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് അന്താരാഷ്ട്ര മീഡിയകളിലൊന്നും വളരെ പ്രാധാന്യത്തോട് കൊടുക്കുന്നില്ല. പ്രാദേശിക തലത്തിൽ ആ വിവരങ്ങളൊക്കെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് വെസ്റ്റ് ബാങ്കിലാണ് ക്രൂരമായിരിക്കുന്ന ഇടപെടൽ നടത്തുന്നത്. ഫലസ്തീനികളുടെ വീട് പിടിച്ചെടുത്ത് അവിടെ കയ്യേറിക്കൊണ്ട് സെറ്റിൽമെൻറ്റ് സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾ ഇപ്പോൾ ശക്തമായി തുടരുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നു. അറേബ്യൻ മീഡിയയിലൊക്കെ അത് വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ പറയുന്നത്. അപ്പോൾ അവിടെ മരണപ്പെടുന്നത്, അവരെ കുടിയേക്കപ്പെടുന്നത്, അവർ അനാഥരാക്കപ്പെടുന്നത്, അവർ ലക്ഷ്യമില്ലാത്ത രീതിയിൽ റോഡ് സൈഡിലൊക്കെ അന്ത്യം ഉറങ്ങേണ്ട സ്ഥിതികൾ. ഗസക്കകത്താണെങ്കിൽ ഇപ്പോഴും പട്ടിണി നടക്കുന്നു. അവിടെ ഈ താമസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാ തരത്തിലും വലിയ പ്രയാസവും ബുദ്ധിമുട്ടും ഗസയിൽ അനുഭവിക്കുകയാണ്. മനുഷ്യാവകാശ സംഘടന ഉണർന്ന് പ്രവർത്തിക്കുക, അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റുമോ? അവരെല്ലാം ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് അന്താരാഷ്ട്ര വർഗീയത എന്ന് പറയുന്ന സംവിധാനം ലോകത്ത് നിലനിൽക്കുന്നതാണ്. മുസ്ലിം രാജ്യത്തിൻ്റെ അകത്താണ് ഈ വിഷയമെങ്കിൽ അതിൽ ഇടപെടാൻ വേണ്ടി ഒരുപാട് സംഘടനകൾ വ്യത്യസ്ത കോണുകളുണ്ടാവും. ഇപ്പോൾ ഈ നടക്കുന്ന സംബന്ധിച്ച ഇറാനിൽ IAEA ഇടപെടുന്നത് എങ്ങനെയാണ്? ഇൻ്റർനാഷണൽ അറ്റോമിക് ഏജൻസി അവിടെ ആണവായുധം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടും അവരുടെ സംവിധാനത്തെക്കുറിച്ചും അവരുടെ ഏരിയകളെക്കുറിച്ചും പ്രവർത്തനത്തെക്കുറിച്ചും ലോകത്തോട് വിളിച്ചു പറയുന്ന സ്ഥിതികൾ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. എന്നാൽ ഞങ്ങളുടെ കയ്യിൽ ആണവായുധം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിലേക്ക് ഇവർ പോയിട്ടില്ല, അത് അന്വേഷിക്കണമെന്ന് അമേരിക്ക പറഞ്ഞിട്ടില്ല, അതേക്കുറിച്ച് റിപ്പോർട്ട് അവതരിപ്പിച്ചിട്ടില്ല, അത് എവിടെയാണെന്ന് അറിഞ്ഞിട്ടില്ല. അത് അവിടെ ഒരു ആണവായുധം ഉണ്ട് എന്നതിനാൽ ആരും അതിനെ ആക്രമിക്കാൻ പോയിട്ടുമില്ല. അമേരിക്ക അവിടെ പോയി ബോംബ് സ്ഫോടനം നടത്തണ്ടേ? ഇറാനിലെ ആണവായുധത്തെ ആക്രമിക്കുന്ന അതേ അമേരിക്കക്ക് ഇസ്രായേലിൽ പോയിട്ടും ആ പ്രവൃത്തി ചെയ്യാൻ വേണ്ടി പറ്റും. രണ്ട് കൂട്ടരും നിയമവിരുദ്ധമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ തത്തുല്യമായ രീതിയിലുള്ള ആക്രമണം നടത്തേണ്ടത്. അപ്പോൾ നീതിയല്ല, ഇവിടെ ഗുണ്ടാ ആക്ടുകളാണ് ഇപ്പോൾ നിലനിൽക്കുന്ന. അന്താരാഷ്ട്ര വർഗീയത കൃത്യമായ രീതിയിൽ പ്രയോഗവൽക്കരിക്കുന്ന രാജ്യത്തിൻ്റെ പേരാണ് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക. അതങ്ങനെ എല്ലാ കാലത്തും, അതൊരു ട്രംപ് മാത്രമല്ല, ഏത് പ്രസിഡന്റ് മാറിയാലും ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെയാണ് സ്ഥിതി. ജോ ബൈഡൻ്റെ കാലത്ത് എന്തെങ്കിലും ഇളവുണ്ടായിരുന്നോ? ഇല്ല. അതിന് മുമ്പുണ്ടായിരുന്ന ഭരണാധികാരി ജോർജ് ബുഷ് 2 വന്നു, ജൂനിയർ വന്നു, സീനിയർ വന്നു. 2 കാലത്തും ജോർജ് ബുഷിൻ്റെ കാലത്താണ് ഇറാഖുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടാകുന്നത്. എത്ര ആളുകൾ മരിച്ചു പോയിട്ടുണ്ട് എന്നതിനെ കണക്ക് ഇപ്പോഴും ഇല്ല. ഇപ്പോഴും ഒരു ദരിദ്ര രാജ്യമായിട്ടാണ് ഇറാഖ് തുടരുന്നത്. അവിടെ ഇപ്പോഴും എടുക്കുന്ന പെട്രോളിയത്തിൻ്റെ ഒരു വിഹിതം അമേരിക്ക കൊണ്ടുപോകുന്നുണ്ട്. അമേരിക്കയാണ് നിയന്ത്രണം. ബാക്കിയുള്ളവർക്ക് പാവ സർക്കാർ പോലെ പ്രവർത്തിക്കുന്നു. അമേരിക്കക്കെതിരെയോ അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെയോ അതിൻ്റെ സംവിധാനത്തിനെതിരെ എന്തെങ്കിലും ഒരു വിമർശന കുറിപ്പ് പോലും ഈ കാലത്തിനിടയിൽ, അതായത് ഇറാഖ് ഭരണം അട്ടിമറിഞ്ഞതിന് ശേഷം അവിടുന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. ഇതാണ് അവസ്ഥകൾ, ഇതാണ് സ്ഥിതികൾ, ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം രാജ്യത്തിൻ്റെ അകത്താണെങ്കിൽ അവിടെ മനുഷ്യാവകാശ സംഘടനകളുണ്ടാവും, അന്താരാഷ്ട്ര ഏജൻസികളുണ്ടാവും, UN സഭകളുണ്ടാവും, ശക്തമായിരിക്കുന്ന നിലപാടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ IAEAക്ക് അവിടെ അവിടേക്ക് അന്വേഷണം നടത്താൻ വേണ്ടി പെർമിഷൻ കൊടുത്തത് UN സഭയാണ്. ഈ UN സഭ ഇസ്രായേലിലേക്കുള്ള പെർമിഷൻ കൊടുത്ത 30-ലധികം തവണ UN സഭ ഇസ്രായേൽ വിരുദ്ധമായിരിക്കുന്ന നിലപാട്
പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്. അത് ഏതുപോലെ ഇറാഖിലെ ഭരണം അട്ടിമറിക്കാൻ വേണ്ടി UN സഭയിൽ പ്രമേയം അവതരിപ്പിച്ച സമയത്ത് 31ഓളം രാജ്യങ്ങൾ സംയുക്തമായ രീതിയിലാണ് അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇറാഖിനെ ആക്രമിച്ചത്. ഇതിന് സമാനമായിരിക്കുന്ന സ്ഥിതി 30-ലധികം തവണ 1948 ഇസ്രായേൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. ഒരു നടപടി ഉണ്ടായിട്ടില്ല, നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അവിടെ എടുക്കുന്ന സമയത്ത്, അവിടെ പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് അതിന് അനുകൂലമായിരിക്കുന്ന രീതിയും മറ്റൊരു സ്ഥലത്തുണ്ടാകുന്ന സമയത്ത് വിരുദ്ധമായിരിക്കുന്ന രീതികളും സാധാരണഗതിയിൽ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ ഇറാനിൽ ഇപ്പോൾ 5000-ഓളം ആളുകൾ മരണപ്പെട്ടു. ഈ മരണപ്പെട്ടുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ പൈ ചാരിക്കൊണ്ട് ഗവൺമെൻറ്റിനെതിരെ നടപടിയിലേക്കാണ്, അല്ലെങ്കിൽ ആ രീതിയിലാണ് മനുഷ്യാവകാശ സംഘടനകളൊക്കെ അഭിപ്രായം പറയുന്നത്. എന്നാൽ ഇതിന് കാരണം ആരാണ്? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. ട്രംപിൻ്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലും ട്രംപിനെ പോലെയുള്ള മറ്റാരെങ്കിലും ആയുധം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് അവിടെ ഇത്രയും വലിയ പ്രക്ഷോഭങ്ങളും സമരങ്ങളും നടന്നത്. അതിനെതിരെ സംസാരിക്കുന്നില്ല. എന്നാൽ അവിടെ സ്ഫോടനം നടത്തിയത് അമേരിക്കയായിരുന്നു. എന്നിട്ടാണ് ഒരു സ്ഫോടനത്തിൽ, അതായത് ഇസ്രായേൽ ആദ്യഘട്ടത്തിൽ നടത്തിയ ആശുപത്രി കേന്ദ്രീകരിച്ചുകൊണ്ട് ഗസയിൽ നടത്തിയ ഒരൊറ്റ മിസൈൽ ആക്രമണത്തിൽ 600 ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. ഒരു മനുഷ്യാവകാശ സംഘടനയും ഇളകി മറിഞ്ഞിട്ടില്ല, പ്രതിഷേധങ്ങൾ നടത്തിയിട്ടില്ല, നടപടി എടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അവരൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങി. നേരെ തിരിച്ചിപ്പോൾ ഇറാനിലേക്ക് വന്ന സമയത്ത് എല്ലാ മനുഷ്യാവകാശ സംഘടനയും ഉണർന്ന് പ്രവർത്തിക്കുന്നു. അവരുടെ രോഷം തളച്ചു മറിയുകയാണ്. അവർ ലോകത്തോട് സംസാരിക്കുകയാണ്. എന്തൊക്കെയാണ് സംഭവം നടക്കുന്നത്, ഭരണ സംവിധാനം അട്ടിമറിയണം, പുതിയ ഭരണ സംവിധാനം വരണമെന്ന് മനുഷ്യാവകാശ സംഘടനകൾ പോലും പറയുന്നിടത്തേക്ക് അവരുടെ വർഗീയത തളച്ചിരിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും തരത്തിൽ തങ്ങളുടെ ആത്മീയ നേതാവായിരിക്കുന്ന ആയത്തുള്ള അലി ഖംനായിയെ ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ തുറന്ന യുദ്ധപ്രഖ്യാപനം ഉണ്ടാവും, തുറന്ന യുദ്ധം തന്നെ ആരംഭിക്കുമെന്ന് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ പറഞ്ഞ കാര്യമാണ് ഇന്ന് അന്താരാഷ്ട്ര മേഖലയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.